ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ജ്യോതിഷപ്രകാരം പറയുന്നത് ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ വലിയ ഒരു ഐശ്വര്യം വന്നു ചേരുമെന്നാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു ദിവസം പൂർണ്ണമായും മാറും. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ രീതിയിൽ, ഏറ്റവും വലിയ രീതിയിൽ വസിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു. അതായത് രാജയോഗത്തോടു കൂടി നിങ്ങൾ വാഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ചില തെറ്റുകൾ സംഭവിച്ചാൽ അതേ വീട്ടിൽ സാമ്പത്തിക നഷ്ടവും കർമ്മദോഷവും വരാം. അതിനാൽ ഈ വീഡിയോ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഈ 4 നക്ഷത്രജാതകരുള്ള വീട്ടിൽ സൗഭാഗ്യ സമ്പന്നതയാണ്, ആ വീട്ടിൽ സർവൈശ്വര്യമാണ്. ഈ 4 നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യം വിളയാടും, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകും. ആ വീട് അതിസമ്പന്നതയിൽ എത്തിച്ചേരും. പേരും പ്രശസ്തിയും എടുക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ആ 4 നക്ഷത്രജാതകർ ആരൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നും അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നും വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ചില ആളുകൾ ജനിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഭാഗ്യം കൊണ്ടാണ്. അവർ എവിടെ താമസിച്ചാലും ആ വീട്ടിൽ പതിയെ ഉയർച്ച വരും. ഒരുപക്ഷെ ചെന്ന് കയറുന്ന വീടാകാം, അതല്ലെങ്കിൽ ജനിക്കുന്ന വീടാകാം. ഏത് വീട്ടിലാണെങ്കിലും ഈ 4 നക്ഷത്രജാതകരുണ്ട് എങ്കിൽ അവിടെ സർവൈശ്വര്യമാണ്. അവിടെ കഷ്ടപ്പാടുണ്ടാകില്ല, അവിടെ ദാരിദ്ര്യമുണ്ടാകില്ല, അവിടെ രാജയോഗം വിളയാടും. അങ്ങനെയുള്ള 4 നക്ഷത്രജാതകർ, അവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകും. ആ വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പക്ഷേ അതിനൊപ്പം ചില പരീക്ഷണങ്ങളും ദൈവമായിട്ട് അവിടെ തരികയും ചെയ്യും. അതായത് ചില പരീക്ഷണങ്ങൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അവിടെ തരുന്നത്. എന്നാൽ ഈ നക്ഷത്രജാതകർ ഉള്ള വീട്ടിൽ സർവൈശ്വര്യം വിളയാടും. ആ 4 നക്ഷത്രജാതകർ ഇവരാണ്. 1 പൂരമാണ്, 2 മൂലമാണ്, 3 കാർത്തികയാണ്, 4 രേവതിയാണ്. അപ്പോൾ പൂരവും മൂലവും കാർത്തികയും രേവതിയും ഉള്ള നക്ഷത്രജാതകരുള്ള വീട്ടിൽ സർവൈശ്വര്യം വിളയാടും. എന്നാൽ ചില പരീക്ഷണങ്ങളും അവിടെ വിളയാടാം. ആ പരീക്ഷണം അതിജീവിച്ചാൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമെല്ലാം അവിടെ നേടിയെടുക്കാൻ അവിടെ കഴിയും. ഇവർക്കിങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുവാനുള്ള കാരണം ചില ഗ്രഹസ്ഥിതികൾ അവർക്ക് അനുകൂലമാകുന്നത് കൊണ്ടാണ്. ഈ നക്ഷത്രജാതകർക്ക് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും പ്രത്യേക കർമ്മഫലമുണ്ട്. ഈ കർമ്മഫലമുള്ളവർ തീർച്ചയായും ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് വലിയ ഉയർച്ചയും വലിയ പരീക്ഷണവും ഒരുമിച്ച് വരും. അതായത് വലിയ ഉയർച്ച ഉണ്ടാകും, അതുപോലെ തന്നെ ചില പരീക്ഷണങ്ങളും ഉണ്ടാകും. ഈ പരീക്ഷണങ്ങൾ അതിജീവിച്ചാൽ ഈ നക്ഷത്രജാതകർ അതിസമ്പന്നതയിൽ എത്തിച്ചേരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വരുന്ന ഭാഗ്യം പോലും നഷ്ടമാകാം. കാരണം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ചില സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, വിശ്വസിച്ച ആളുകളുടെ ചതി, ഇങ്ങനെ പല രീതിയിലും പല പരീക്ഷണങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. പക്ഷെ ശരിയായ പരിഹാരം ചെയ്താൽ ഈ നക്ഷത്രക്കാർ തങ്ങളുടെ വീടിനെ ഒരു കൊട്ടാരമാക്കി മാറ്റും. ഒരു വലിയ രാജകൊട്ടാരമാക്കി ഇവർ മാറ്റും. ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിലാദ്യത്തെ നക്ഷത്രത്തെക്കുറിച്ച് അറിയാം. അതിലാദ്യത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പൂർണ്ണ ദാരിദ്ര്യം വരില്ല. പൂരം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ പൂർണ്ണമായ ഒരു ദാരിദ്ര്യം വരില്ല. ഇവർക്ക് സ്വാഭാവികമായി ഒരു ആകർഷണീക ശക്തിയുണ്ട്. ആളുകളെ കൈവശപ്പെടുത്തുവാനുള്ള ഒരു കഴിവുണ്ട്. ബിസിനസ്,
സിനിമ, സോഷ്യൽ മീഡിയ, സ്വന്തം തൊഴിൽ, ഇതിലൊക്കെ ഇവർക്ക് ഉയർച്ച നേടാൻ സാധിക്കും. ഇതിൽ വലിയ ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക്, പൂരം നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പൂരം നക്ഷത്രക്കാർ വളരെ പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ ദോഷവും. ശരിയാണോ അല്ലയോ? ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇവർ ആൾക്കാരെ വിശ്വസിക്കും, വളരെ പെട്ടെന്ന് ഇവർ വിശ്വസിക്കും. ഇതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ദോഷവും. ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ: ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നതിന് ശേഷം ഓം ദുർഗായേ നമഃ എന്ന മന്ത്രം 21 പ്രാവശ്യം ഇവർ ജപിക്കുക. ഇവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇവരുടെ ജീവിതം പാടെ മാറും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലെങ്കിലും വലിയ സമ്പത്ത് വരും. അതായത് വലിയ സാമ്പത്തിക രീതിയിൽ ഉയർച്ച നേടിയെടുക്കാൻ ഈ വീട്ടിലുള്ളവർക്ക് കഴിയും. ഇവർക്ക് കർമ്മശക്തി കൂടുതലാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടും, പക്ഷേ അവസാനത്തിൽ വലിയ ഉയർച്ച നേടുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ഭൂമി, വീട്, വാഹനം, ബിസിനസ്, ഇതിലൊക്കെ ഭാഗ്യമുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക്. പക്ഷേ കേസുകളും സാമ്പത്തിക തട്ടിപ്പുകളും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പരിഹാരമായി ഇവർ ചൊവ്വാഴ്ച ദിവസം ദുർഗാക്ഷേത്ര ദർശനം നടത്തുക. നാരങ്ങ വിളക്ക് തെളിയിക്കുക. സാധിക്കുന്നവർക്ക് അന്നദാനം നൽകുക. ഇത് കേൾക്കുന്ന നിങ്ങളിലൊരാൾ തീർച്ചയായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലേ? ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ സമയം നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയാണ്, വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ്. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യവും ധൈര്യവും ഉണ്ടാകും. ഐശ്വര്യവും ഉയർച്ചയും ധൈര്യവും ഉണ്ടാകും. ഇവർ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. കാർത്തിക നക്ഷത്ര ജാതകരായിരിക്കും ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ ജോലി, അധികാരം, ബിസിനസ്, നേതൃത്വം, അധികാരം ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ കോപം കാരണം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. വലിയ കോപിഷ്ഠരാണ് കാർത്തിക നക്ഷത്ര ജാതകർ. അപ്പോൾ ആ കോപമൊക്കെ അടക്കി മുന്നോട്ട് പോവുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ജാഗ്രത വേണം. പരിഹാരമായി ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. ഓം നമ ശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. ഇവർക്ക് മനസ്സിൽ വളരെ സ്നേഹവും കരുണയും ഉള്ളവരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വഞ്ചനകൾ ഇവർ നേരിട്ടിട്ടുണ്ട്, ഇനിയും നേരിടാം. ആളുകളെ വിശ്വസിച്ച് പല കാര്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും രേവതി നക്ഷത്രക്കാർ അവസാനം വലിയ ഉയർച്ച നേടും. വിദേശ ഭാഗ്യം പോലും ഇവർക്കുണ്ടാകും. പരിഹാരമായി വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വെണ്ണ നേദിച്ച് പ്രാർത്ഥന നടത്തുക. ഗുരുചരണം ശരണം എന്ന മന്ത്രം ദിവസവും ജപിക്കുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് കൊണ്ടുവരും. ഈ 4 നക്ഷത്രക്കാർ ഒരു കാര്യം ഓർക്കണം. ഭാഗ്യം മാത്രം മതി എന്നില്ല. കർമ്മശുദ്ധി വേണം, സേവന മനോഭാവം വേണം, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, ക്ഷേത്രത്തിൽ പോവുക, ക്ഷേത്രത്തെ സഹായിക്കുക, മാതാപിതാക്കളെ ആദരിക്കുക. അപ്പോൾ മാത്രമേ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം പൂർണ്ണമാവുകയുള്ളൂ. ഇത് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നേട്ടവും വലിയ ഭാഗ്യവും വലിയ ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അതുപോലെ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിച്ചേ മതിയാകൂ. ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. 1, പെട്ടെന്ന് ആരെയും വിശ്വസിക്കരുത്. ഒപ്പിടുന്ന രേഖകൾ വായിക്കണം. 2, 3, അമിതമായി കടം ഒഴിവാക്കണം. അമിതമായി കടം വാങ്ങരുത്, കൊടുക്കരുത്. ഇവ ശ്രദ്ധിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ കോടീശ്വര യോഗം ഉണ്ടാകും. കോടീശ്വര യോഗം വരും. ഞാനീ പറഞ്ഞ ഈ 4 നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു നാൾ ഐശ്വര്യം വരും. ഉറപ്പുള്ള കാര്യമാണ്. ദൈവം ഒരിക്കലും കൈവിടില്ല. കഷ്ടകാലം അവസാനിക്കും. ധനം വരും, ഉയർച്ച വരും, സന്തോഷം വരും,
പക്ഷേ ദൈവവിശ്വാസവും നല്ല കർമ്മവും കൂടെ വേണം. ഉറപ്പാണിത്. ഇത് സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. വരുന്ന പ്രത്യേക പൂജയിൽ, അതായത് നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റത്തിലേക്കും വലിയ സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.